ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് വന്നിട്ട് ഒരു ഷീൻ ഹോളാണ്. വേറെ ഒന്നുമല്ല, കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ടോയ്സ് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ വന്നിട്ടുള്ളത് ഇൻക്ലൈൻഡ് ബാസ്കറ്റ് ബോൾ ട്രാക്കിംഗ് ടോയ് ആണ്. ഇത് സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ബോൾസ് ഇടുന്നുണ്ടോ. ഓക്കെ, ഇതാണ് സംഭവം. അപ്പം ഇതിൻ്റെ കൂടെ 4 ബോൾസ് ആണ് വരുന്നത്. നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെയല്ല ഗൈസ്, ഇതിലെന്തോ വ്യത്യാസമുണ്ട് ഗൈസ്. കണ്ടുപിടിച്ചിരിക്കുന്നു എൻ്റെ ഓളാ കളി. ഇനി കൊച്ചിൻ്റെ കയ്യിലെത്തുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് പിന്നെ കാണിച്ചു തരാം. അപ്പം ദിസ് ഇസ് നൈസ്. ഈ ബാസ്ക്കറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളകുന്നുണ്ട്. അപ്പം അതിനെ നമുക്കൊരു ഗ്ലൂ ഒട്ടിച്ചാൽ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിരിക്കും. അപ്പം ഇത് ലാഭമുണ്ട് കേട്ടോ, നഷ്ടമില്ല. കൊച്ചു കളിച്ചില്ല, എനിക്ക് കളിക്കാമല്ലോ. ആഹാ, ഇതാണ് ഫസ്റ്റ് ടോയ്. ഹലോ, ഞങ്ങളുടെ ബേബി ഇവിടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ലെറ്റ്സ് സീ അവൻ ഇഷ്ടപ്പെടുമല്ലോ എന്നുള്ളേ. നമുക്ക് കളിക്കാം. ബോൾ ഇതെന്റെ മോനെ. തേണ്ടേ തേണ്ടേ തേണ്ട ഇങ്ങോട്ട്. എൻ്റെ അകത്തിട്ടെ, എൻ്റെ അകത്ത്. ഗൈസ്, അവനത് തരുന്നില്ല ഗൈസ്. താണ്ട് ഇതുണ്ടോ ഇതിനകത്തിട്ടെ. കിട്ടിയോണ്ടാകും പോയി ഗൈസ്, ഒന്നും തിരിച്ചു തരുന്നില്ല ഗൈസ്. അപ്പം ബേബി ടോയ് നമ്പർ 2. ഇതൊരു സ്റ്റാക്കിംഗ് ടോയ് ആണ്. അപ്പം ഇത് ഈ ഒരു ലാസ്റ്റ് റിങ് ഇവിടെ ഫിക്സ് ആയിട്ടുള്ളതാണ്. അപ്പം റിങ് 1, റിങ് 2, റിങ് 3, റിങ് 4, റിങ് 5. എന്നിട്ട് ലാസ്റ്റ് ഇത് ഇവിടെ ഇങ്ങനെ വെക്കുക. ദാറ്റ്സ് ഓൾ. അപ്പം അതാണ് രണ്ടാമത്തെ ടോയ്. ഇത് 2.48 യൂറോസിനാണ് ഞാൻ ചീനിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. സ്റ്റാക്ക് ചെയ്യുമോ എന്നൊന്നും എനിക്കറിയില്ല. കുഴപ്പമില്ല, അത്ര സ്റ്റെബിലിറ്റി ഒന്നുമില്ല. എന്നാലും ദൈവമാണ് അവിടെ ഇരിക്കും. അങ്ങനെ അല്ലടാ, ഇതിവിടെ വെക്കുന്നേ. അതിന് മുകളിൽ വെക്കുക. ഇതിന് മുകളിലിട്. മോളിട്. അങ്ങനെ നാശിപ്പിക്കല്ലേന്ന് അതവിടെ വെക്ക്. അവിടെ നിനക്ക് അത് മാത്രം മതി എന്ന് പറഞ്ഞാൽ ശരിയാവണം. ഞാനിതിങ്ങനെ സ്റ്റാക്ക് ചെയ്യാൻ വാങ്ങിച്ചാണത്. ഇത് വെച്ചത് ഇതിന് മുകളിൽ വെക്കിയത്. ഇത് ഇതിന്റെ മുകളിൽ വെക്കും. അത് അതിന്റെ മുകളിൽ വെക്ക്. ഇതാ ഇത് ഇതിന്റെ മുകളിൽ വെക്കേ. എന്തെന്നാ നീ പറയണത്? പിന്നെ ആഹാ, ഇത് അതിന് മുകളിൽ സ്റ്റാക്ക്. എന്തെന്ന്? അങ്ങനെ അല്ല, ഇങ്ങനെയാണ് ഇതിന്റെ മുകളിൽ വെക്കാന്. ഇതിപ്പം അത് കഷ്ടായല്ലോ ഇപ്പൊ ഇത്. അതിന് മുകളിൽ വെക്കത്. അത് അങ്ങനെ തന്നെ വെക്കേണ്ടത്. നീ പറയണ പോലെ അല്ലാന്ന്. ഇതിന്റെ മുകളിൽ വെക്കാന്. കണ്ടോ, ആ കമ്പ് മാത്രം ഇഷ്ടപ്പെട്ട് അതും കൊണ്ട് നടക്കാം. അത് നടക്കണ കാര്യം. അത് പൈസ കൊടുത്ത് മേടിച്ചാണ് കളിക്കാൻ. അത് ഇങ്ങനെ വെക്കണത്. അങ്ങനെയാണ് വെക്ക. ഇതിങ്ങനെ വെക്ക ആണാണ്. ഇങ്ങനെ 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 സ്റ്റാക്ക് ചെയ്യണതാണത്. ഇങ്ങനെ അറിയോ? ആഹാ, കൊണ്ടോ. ഇനി അതും കൊണ്ട് ഓടുക. ഈ എവിടെ പോയാലും നിന്നെ ഞാൻ പിടിക്കൂടാ.
അവസാനം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ധാരണയിലെത്തി. അവനിത് ഫുള്ള് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു തവണ. പക്ഷേ എനിക്കെൻ്റെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതെടുക്കുവേ. അപ്പം അതുകൊണ്ട് ഓടുകയാണോ? നീ ഇത് വെക്കാനും മുള്ളു. ഇതിന് മുള്ളുതാ ഇങ്ങനെ മുകളിൽ വെക്കുന്ന ആണ് അത് എടാ പച്ച കഴിഞ്ഞിട്ടാണ്. ഇത് ഞാൻ ഷീനിൽ കണ്ടപ്പോൾ കുറച്ച് വലുതാണെന്നാണ് വിചാരിച്ചത്. ബട്ട് ഇറ്റ് ഇസ് വെരി സ്മോൾ. ഇത് വന്നിട്ട് ഷേപ്പ് മാച്ചിങ് പസിലാണ്. 3.21 യൂറോസിന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു വലിപ്പം മനസ്സിലാകുമോ എനിക്കറിയില്ല. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. അതേ 4 1 2 3 4 5 5 ഫ്രൂട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇതെല്ലാം ഇങ്ങനെ പറക്കി മാറ്റി വയ്ക്കണം. എന്നിട്ട് ഈ ബോർഡ് കാണിച്ചിട്ട് അവരുടെ അടുത്ത് പറയണം. അവരെ ആദ്യം പഠിപ്പിക്കണം ഈ ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് അറിയില്ല. ഏകദേശം കളർ പോലെ ഇങ്ങനെ അത് സെയിം ആയിട്ട് മാച്ച് ചെയ്ത് വെക്കുക. പസിലാണ്. ഇതൊരു പസിലാണ്. ഇങ്ങനെയാ സ്ട്രോബെറി സംഭവം കൊള്ളാം. പക്ഷേ പ്രശ്നം വന്നിട്ട് എൻ്റെ കുഞ്ഞിന് ഈ ഫ്രൂട്ട്സ് ഒന്നും അറിയില്ല. ബനാന അറിയാം, ആപ്പിൾ അറിയാം, പിയർ, സ്ട്രോബെറി, ടൊമാറ്റോ ഇതൊന്നും പഠിക്കാനുള്ള സമയമായിട്ടില്ല. 11 മാസമായിട്ടുള്ളൂ. പക്ഷെ ചിലപ്പോൾ കണ്ട ഫോട്ടോ നോക്കി ചിലപ്പോൾ നമ്മൾ കാണിച്ചാൽ വയ്ക്കുമായിരിക്കും. ഐ ഡോണ്ട് നോ. അച്ചാച്ചൻ എന്നെ വഴക്ക് പറയാൻ ചാൻസ് ഉണ്ട്. ആവശ്യമില്ലാത്തൊക്കെ വാങ്ങിച്ചു കൂട്ടി. എനിവേസ് ഇത് വന്നിട്ട് ഒരു മാഗ്നറ്റിക് റൈറ്റിംഗ് ടേബിൾ, ഡ്രോയിങ് ടേബിളാണേ. അച്ചാച്ചന് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. ഹി സ്ലീപ്പിംഗ്. ഞാനിതൊക്കെ വാങ്ങിച്ചു കൂട്ടി എന്നുള്ളത് ഡസിന്നോ എന്നിട്ട് വരുമ്പോൾ അറിയുള്ളൂ. എല്ലാം 2 രൂപയുടെ സാധനങ്ങളെന്നാണ് പറഞ്ഞേക്കുന്നത്. യൂസ്ഫുൾ ആണെന്ന് കണ്ടാൽ പിന്നെ ഒന്നും പറയത്തില്ല. നീ അല്ലൊന്ന് നേരത്തെ പറയാൻ പോയി വഴക്ക് പറയും. ചുമ്മാ എല്ലാം മേടിച്ചു. ഇതാണ് ഇത് പറഞ്ഞു പോന്നോ ഗൈസ്? ഇത് പറഞ്ഞു പോന്നു. ഇത്രയേ ഉള്ളൂ. വരയ്ക്കുക, മായ്ക്കുക. സ്റ്റാമ്പൊക്കെ ഉണ്ട്. അയ്യോ പറഞ്ഞു പോയി. ഇതുണ്ടോ സ്റ്റാമ്പ് നമ്പർ 1 സ്റ്റാമ്പ്. പേന അവിടെ ഇരിക്കട്ടെ. നമ്പർ 2 ഇത് 2-3 പ്രാവശ്യം ഇങ്ങനെ വലിക്കണം കേട്ടോ, നല്ല ശരിയാ ക്ലിയർ ആവുള്ളൂ. ട്രയാങ്കിൾ. ഇതൊരു കുറച്ച് 2-3 വയസ്സൊക്കെ ആയ കുട്ടികൾക്കാണ് നല്ലതെന്ന് തോന്നുന്നു. സ്ക്വയർ കുഴപ്പമില്ല, എനിക്കും കളിക്കാമല്ലോ അവൻ്റെ കൂടെ. ഈ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. വാങ്ങിച്ചും പോയി. ഇത് പേന വെക്കാനുള്ള സ്ഥലം. ഇത് കാണിക്കുക. നമുക്ക് 2-3 കെട്ടാക്കിയിട്ടിടാം, അല്ലെങ്കിൽ ഇത് പറഞ്ഞു പോരും. പിന്നെ നമ്മളോടാണ് കളി. ഇതാണ് ഷീനിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ലാസ്റ്റ് പ്രൊഡക്റ്റ്. ഒരു പാക്കറ്റിൽ ചെറിയ 4 ബോൾസ് വരുന്നുണ്ട്. ബാസ്കറ്റ് ബോൾ, ഫുട്ബോൾ, ടെന്നീസ് ബോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നല്ലൊരു എന്താ പറയുന്നത് ടോയ് ആണ്. അത് ചെറിയ അവൻ്റെ കയ്യിൽ ഒതുങ്ങാൻ പറ്റുന്ന പോലത്തെ ബോൾസാണ്. ബാസ്കറ്റ് ബോൾ, ഫുട്ബോൾ, ടെന്നീസ് ബോൾ, എന്തൊക്കെയാണ് എൻ്റെ ദൈവമേ. അപ്പുഷേ
ഈ ഒരു ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഞാൻ പറയാം. ഇത് എന്താ പറയുന്നത്, സ്പോഞ്ചും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബോൾസാണ്. അത് ഞാൻ വാങ്ങിച്ച് കഴിഞ്ഞിട്ടാണ് അത് ശ്രദ്ധിക്കുന്നത്. കാരണം ഇവന് പല്ലുള്ളത് കൊണ്ട് കടിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, ചെറിയ ചെറിയ ഭാഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. കണ്ടോ, ഇതൊന്നും അവൻ വിഴുങ്ങിയിട്ടില്ല. അവൻ കടിച്ചപ്പോഴേ ഞാൻ പോയി അത് പിടിച്ച് വാങ്ങിച്ചു. അപ്പം ഈ വാങ്ങിച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് ഇതിനകത്ത് ഞാൻ ഹാപ്പി ആയില്ല. അപ്പോൾ ഇങ്ങനത്തേത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ റിവ്യൂ നോക്കിയിട്ട് വാങ്ങിക്കാം. റിവ്യൂവിൽ ഞാനത് കണ്ടില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം മാത്രമേ ഞാൻ ഇതിന് കണ്ടുള്ളൂ. അപ്പോൾ അപ്പോഴേ നമ്മൾ ഈ ബോൾസൊക്കെ എടുത്ത് മാറ്റിയിട്ട്, പിന്നെ ബാക്കി എല്ലാ പ്രൊഡക്ട്സും നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ് ആയിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.